Welcome to Savinus Maths Plus. Please subscribe this channel for more videos of maths. Good morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇന്നും നമ്മൾ ആ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നും നിങ്ങളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവർ ആ വീഡിയോസ് ആദ്യം കാണുക, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇന്നത്തെ പ്രോബ്ലംസ്. ഓക്കെ, see the first problem is the function p is defined as to each person on earth is assigned a date of birth. Is this function 1 ഈ രണ്ട് ക്വസ്റ്റ്യനും മാർച്ച് 2019 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് ഫംഗ്ഷൻ? The function p is defined as to each person on earth. To each person on earth is assigned a date of birth. ഒരു ഫംഗ്ഷൻ p ആണ്. ഇവിടെ എന്താണ്? പേഴ്സൺസ്. സെക്കൻഡ് സെറ്റ് എന്താണ്? കോഡമൈൻ എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത്. ഈസ് ദിസ് ഫംഗ്ഷൻ 1 ഈ ഫംഗ്ഷൻ 1 ആണോ എന്നാണ് ചോദ്യം. 1 ആണെങ്കിൽ എന്താവണം? വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ആവണം, അല്ലേ? അങ്ങനെയാവും ഇവിടെ. ഇത് പേഴ്സൺ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസിന് എന്തുണ്ടാവാം? സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിക്കൂടെ? രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് എന്തുണ്ടാവാം? ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 ദ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി മെനി 1. ഈ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. സിമ്പിൾ ആണല്ലോ. ലെറ്റ് us go to the second problem. See, number of 1 functions from a set containing 2 elements to a set containing 3 elements is dash. Okay, number of 1 functions. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് 1 functions, നമ്പർ ഓഫ് ബൈജക്ഷൻസ്, അതൊക്കെ പഠിക്കണം. ഇതും 2019 ക്വസ്റ്റ്യൻ ആണ്. സോ നമ്പർ ഓഫ് 1 functions from a set containing 2 elements to a set containing 3 elements. രണ്ട് സെറ്റുള്ള ഒരു എലിമെന്റ്സിൽ നിന്നും 3 സെറ്റുള്ള വേറൊരു എലിമെന്റ്സിലേക്ക് എത്ര 1 ഫങ്ഷൻസ് ഉണ്ടാവുന്ന ചോദ്യം. ഇവിടെ നമ്മൾ ഒരു റിസൾട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ബി പി എൻ ഓഫ് എ. എൻ ഓഫ് ബി പി എൻ ഓഫ് എ. എയിൽ നിന്ന് ബിയിലേക്കുള്ള 1 ഫങ്ഷൻസിന്റെ എണ്ണം, ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മതി. റിസൾട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള 1 ഫങ്ഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? എൻ ഓഫ് ബി പി എൻ ഓഫ് എ. ഇവിടെ എൻ ഓഫ് എ എത്രയാണ്? എയില് 2 എലിമെന്റ്സ് ഉണ്ട്, ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 3 എലിമെന്റ്സ് ഉണ്ട്. So what will be the number of 1 functions? Number of 1 functions is n of b p n of a. n of b എന്താണ്? 3. p n of a എത്രയാണ്? 2. 3p2. 3p2 എങ്ങനെയാ എഴുതുക? 3 മുതൽ താഴോട്ട് 2 എണ്ണം എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 into 2. 3 into 2 എത്രയാണ്? 6. സോ നമ്പർ ഓഫ്, ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്താണ്? എൻ എഫ് ബി പി എൻ എഫ് എ. അതേപോലെ നമ്പർ ഓഫ് ബൈജക്ഷൻസ് ഫ്രം എ ടു ബിയും കാണാം. എയിൽ നിന്ന് ബിയിലേക്ക് ബൈജക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്താവണം? എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലിമെന്റ്സ് എന്താവണം? സെയിം ആവണം. ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് ബൈജക്ഷൻ ഉണ്ടാവണമെങ്കിൽ, ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 and 2. ബൈജക്ഷൻ ഉണ്ടാവണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാം, എന്നാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവണമെങ്കിൽ എയിലെ എലിമെന്റ്സിന്റെ എണ്ണവും ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണവും എന്തായിരിക്കണം? സെയിം ആവണം. അപ്പൊ വേറൊരു റിസൾട്ട് കൂടെ നമുക്ക് അതിൽ പറയാൻ പറ്റും. ഇഫ് എൻ ഓഫ് എ is equal to n of b. എയിലെ എലിമെന്റ്സിന്റെ എണ്ണവും ബിയുടെ എലിമെന്റ്സിന്റെ എണ്ണവും സെയിം ആണ്. 2 m ആണെന്ന് വിചാരിക്കുക. then number of bijections from a to b. Number of bijections
from A to B. Number of bijections from A to B is m factorial. Number of bijections from A to B is m factorial. ഈ രണ്ട് റിസൾട്ടും ഓർത്തിരിക്കാം. എൻ എഫ് എയും എൻ എഫ് ബിയും എം ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ബൈജക്ഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? 1 1 and on 2 ഫംഗ്ഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? എം ഫാക്ടോറിയൽ ആയിരിക്കും അല്ലേ? ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. സപ്പോസ് എൻ ഓഫ് എ is equal to n of b is equal to 3. എയിലും 3 എലിമെന്റ്സ് ഉണ്ട്, ബിയിലും 3 എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ബൈജക്ഷൻസിന്റെ എണ്ണം എത്രയായിരിക്കും? എം ഫാക്ടോറിയൽ ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് ബൈജക്ഷൻസ് ഫ്രം എ ടു ബി എത്രയാണ്? 3 ഫാക്ടോറിയൽ ആയിരിക്കും. 3 ഫാക്ടോറിയൽ എങ്ങനെ കാണാം? 3 into 2 into 1 എന്താണ്? 6. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്? നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി, നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് n of b p n of a, and if n of a is equal to n of b is equal to m, then the number of bijections from a to b is m factorial. ഈ രണ്ട് പ്രോബ്ലം ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം നമുക്ക്. Third problem, f from 0 pi by 2 to r given by f of x is equal to sin x. g from 0 pi by 2 to r given by g of x is equal to cos x. Check whether f and g are 1 1. Second part is f plus g 1 1 y. ഇതും മാർച്ച് 2019 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. f from 0 pi by 2 to r എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0 pi by 2 ആണ്. കോഡൊമൈൻ എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പൊ 0 pi by 2 ആണ് ഇതിന്റെ ഡൊമൈൻ. ഇതിന്റെ ഫംഗ്ഷന്റെയും ഡൊമൈൻ 0 pi by 2 ആണ്. രണ്ടിന്റെയും കോഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. ഇത് f of x sin x, g of x cos x. ചെക്ക് വെദർ f and g are 1 1. f ഉം g ഉം 1 1 ആണോ നോക്കാം. നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. നമുക്ക് f of x is equal to sin x, f of x is equal to sin x. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? നമുക്ക് ഇവിടെ ഡൊമൈൻ ഏത് മുതൽ ഏത് വരെയുള്ളൂ? 0 മുതൽ pi by 2 വരെയുള്ളൂ. 0 മുതൽ pi by 2 വരെയുള്ളൂ. ഇതാണ് pi by 2 വിചാരിക്കാം. അപ്പൊ 0 മുതൽ pi by 2 വരെ എന്ന് പറഞ്ഞാൽ സൈനിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഇങ്ങനെ വരിക. ഇതുവരെ ഉള്ളൂ. ബാക്കി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡൊമൈൻ ഇവിടെ 0 pi by 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 0ക്കും pi by 2 വേണ്ടി sin x ന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇനി g of x is equal to cos x. g of x is equal to cos x. അതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഇത് 0. cos 0 എന്താണ്? 1. cos pi by 2 എന്താണ്? 0. cos 0 1 ആണ്. cos pi by 2 എന്താ? cos pi by 2 0. അപ്പോൾ ഇങ്ങനെ വരാം. ഇത് f of x equal to sin x ആണ്. ഇത് g of x is equal to cos x ആണ്. ഈ ഫംഗ്ഷൻ f of x ഉം g of x ഉം 1 1 ആണോ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 1 ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ ഗ്രാഫിക്കലായിട്ട് നോക്കുക. ഏതെങ്കിലും ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? 1 1 ആവില്ല. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ x ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ. നോക്കുക, ഇവിടെ x ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൈൻ എടുത്താലും അത് നോക്കുക, x ആക്സിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈൻ ഗ്രാഫിൽ ഒരൊറ്റ പോയിന്റിലെ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ ലൈൻ x ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ. അപ്പൊ എക്സ് ആക്സ് ഇവിടെ അങ്ങനെ തന്നെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും ഇവിടെ എക്സ് ആക്സിന് പാരലൽ അല്ലേ ഈ ലൈൻ. ഇത് ഗ്രാഫിനെ ഒരൊറ്റ പോയിന്റിലല്ലേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്ത് ഫംഗ്ഷൻസ് ആണ്? 1 1 ഫംഗ്ഷൻസ് ആണ്. എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്? എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എടുത്താൽ, എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും ആ ലൈനൊക്കെ ഗ്രാഫിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻസ് 1 1 ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സും എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ കോസ് എക്സ്. ഇത് 1 1 ആയത് ഇവിടെ ഡൊമൈൻ 0 pi by 2 ആയതുകൊണ്ടാണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മൊത്തം r to r ആയിരുന്നെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ അല്ല. അതെന്താണ്? മെനി 1 ഫംഗ്ഷൻ ആണ്. കാരണം സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം, ഇത് ഇങ്ങനെയല്ലേ വരിക അല്ലേ? അപ്പൊ സൈൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പൊ അത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് എടുത്താൽ അത് ഗ്രാഫിൽ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യും. അപ്പൊ എഫ് r to r ആയിരുന്നെങ്കിൽ സൈൻ എക്സ് എന്താണ്? മെനി 1 ആണ്. എഫ് r to r ആയിരുന്നെങ്കിൽ സൈൻ എക്സ് എന്താണ്? മെനി 1 ആണ്. കോസ് എക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എഫ് r to r ആകുമ്പോൾ കോസ് എക്സിന്റെ ഗ്രാഫും ഇങ്ങനെയല്ലേ വരിക. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും അത് ഗ്രാഫിൽ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യും.
അപ്പോൾ sin x ഉം cos x ഉം ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് മെനി വൺ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഈ കേസിൽ sin x ഉം cos x ഉം എന്ത് ഫംഗ്ഷൻസ് ആണ്? 1 ഫംഗ്ഷൻസ് ആണ്. കാരണം എന്താണ്? ഡൊമൈൻ എന്ത് മാത്രമേ ഉള്ളൂ? 0π/2 മാത്രമേ ഉള്ളൂ. 0π/2 ആവുമ്പോൾ sin x ഉം 1 ആണ്, 0π/2 cos x ഉം 1 ആണ്. കാരണം ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്നും ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? f of x is equal to sin x. അപ്പോൾ f of x1 എന്തായിരിക്കും? sin of x1. f of x2 എന്താണ്? sin of x2. അപ്പോൾ നമ്മൾ എങ്ങനെ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? f of x1 equal to f of x2. f of x1 equal to f of x2 implies f of x1 എന്താ? sin x1. sin x1 equal to sin x2. sin x1 equal to sin x2 ആണെങ്കിൽ x1 equal to x2 എന്ന് പറയാം. sin x1 ഉം sin x2 ഉം ഈക്വൽ ആവണമെങ്കിൽ sin x1 equal to sin x2. sin x1 ഉം sin x2 ഉം ഈക്വൽ ആണെങ്കിൽ എന്ത് ഈക്വൽ ആവണം? x1 ഉം x2 ഉം ഈക്വൽ ആവണം. therefore f is 1 അപ്പോൾ അതുകൊണ്ട് ആ f ഫംഗ്ഷൻ എന്താണ്? 1 ഓർക്കുക, ഇത് 0π/2 ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. f of x1 is equal to f of x2 implies sin x1 equal to sin x2 implies x1 equal to x2 because here the domain is only closed interval 0π/2. ഡൊമൈൻ എന്താണ്? 0π/2 ആണ്. ഇതുപോലെ തന്നെ f of x is equal to cos x ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? f of x is equal to cos x. f of x1 എന്താണ്? cos of x1. f of x2 എന്താണ്? cos of x2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? f of x1 equal to f of x2 implies cos x1 equal to cos x2 that implies x1 equal to x2. therefore g of x also is 1 അപ്പോൾ g of x എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും ഇത് 1 ഫംഗ്ഷൻസ് ആണ്. കാരണം 0ക്കും π/2 ഇടയിൽ മാത്രം ഗ്രാഫ് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഒന്നും ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യില്ല. ഇനി നോക്ക്, f പ്ലസ് g 1 ആണോ മെനി 1 ആണോ എന്നാണ് നോക്കുന്നത്. എന്താ f പ്ലസ് g? f of x is equal to sin x and g of x is equal to cos x. therefore what will be f plus g of x? f plus g of x is f of x plus g of x. See, what is f of x? Sin x plus what is g of x? Cos x. So let us find out f plus g of 0. f plus g of 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? f plus g എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 0യുടെ ഇമേജ് അല്ലേ? f of 0 എന്ന് പറഞ്ഞാൽ അർത്ഥം f of x എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 0യുടെ ഇമേജ്. അപ്പോൾ f plus g of 0 എന്ന് പറഞ്ഞാൽ f plus g എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 0യുടെ ഇമേജ്. അപ്പോൾ എന്താ വരിക? x ന് 0 കൊടുക്കുക. sin 0 plus cos 0. sin 0 എന്താണ്? 0 plus cos 0 എന്താണ്? 1. 0 plus 1 is 1. See, what is f plus g of π/2? f plus g of π/2. π/2 f plus g എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ π/2 ന്റെ എലിമെന്റ്, സോറി π/2 ന്റെ ഇമേജ്. അപ്പോൾ f plus g of π/2 എന്താ വരിക? sin π/2 plus cos π/2. sin π/2 1 ആണ്, cos π/2 0 ആണ്, 1 ആണ്. അപ്പോൾ f plus g എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 0യുടെ ഇമേജും 1 ആണ്, π/2 ന്റെ ഇമേജും 1 ആണ്. So for the function f plus g, 0 and π/2 have the same image 1. f plus g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ sin x plus cos x ആണ്. ആ ഫംഗ്ഷനിൽ 0ക്കും π/2നും ഒരേ ഇമേജ് ആണുള്ളത്. അപ്പോൾ നമുക്ക് f plus gക്ക് 0ക്കും π/2നും ഒരേ ഇമേജ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. the function is many 1. ഫംഗ്ഷൻ many 1 ആണെന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് എന്തുണ്ട്? 0ക്കും π/2നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് ആണ്, പക്ഷെ അതിന് എന്തുണ്ട്? ഒരേ ഇമേജ് ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. അപ്പോൾ ഇവിടെ f of x ഉം g of x ഉം 1 ആണ്, പക്ഷെ f പ്ലസ് g എന്താണ്? എന്ത് ഫംഗ്ഷനാണ്? മെനി 1 ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ f r2r given by f of x equal to x cube is 1 1 and 1 2. See, f of x is equal to x cube എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ നോക്കാം. f of x equal to x ക്യൂബിന്റെ ഗ്രാഫ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. f of x equal to x ക്യൂബിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇതാണ് f of x equal to x ക്യൂബിന്റെ ഗ്രാഫ്. ഈ f of x equal to x ക്യൂബിന്റെ ഗ്രാഫ് 1 1 ആണോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക? ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഗ്രാഫിനെ
ഒരൊറ്റ പോയിന്റിലേ കട്ട് ചെയ്യുള്ളൂ. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എടുത്താൽ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ, ഏത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എടുത്താലും അത് ഗ്രാഫിനെ ഒറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഈ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവും, 1 1 ആണെന്ന് മനസ്സിലാവും. ഇനി എഫ് ആർ ടു ആർ ഓൺ ടു ആണോ നമുക്ക് ഗ്രാഫിക്കലായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതിന്റെ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞാണോ, അത് കാണാത്തവർ അത് കാണുക. അപ്പൊ എഫ് ആർ ടു ആർ ഓൺ ടു ആണോ എങ്ങനെയാ ഗ്രാഫിക്കലായിട്ട് മനസ്സിലാക്കുക? ഓൺ ടു ആണെങ്കിൽ ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും അത് ഗ്രാഫിനെ ടച്ച് ചെയ്യണം. ഒന്നിലധികം പോയിന്റ് ടച്ച് ചെയ്താലും കുഴപ്പമില്ല. ഓൺ ടു ആവണമെങ്കിൽ എന്താവണം? ഏത് ഹൊറിസോണ്ടൽ ലൈനും, എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഇത് ഗ്രാഫിനെ കട്ട് ചെയ്യണം. എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ആ ഗ്രാഫിനെ കട്ട് ചെയ്യണം. ഇവിടെ നോക്കുക, എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും അതൊക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യും. എക്സ് ആക്സിന് താഴേക്കുള്ള ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും അതൊക്കെ ഗ്രാഫിനെ കട്ട് ചെയ്യും. അപ്പൊ എക്സ് ആക്സിന് മുകളിലേക്കുള്ളതും എക്സ് ആക്സിന് താഴേക്കായതുമായിട്ടുള്ള ഏത് ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. 3 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ അല്ലേ? ഇതിന്റെ തേർഡ് ഡിഗ്രി ആണ്. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓഡ് ഡിഗ്രി അല്ലേ? ഒറ്റ സംഖ്യ അല്ലേ 3. അപ്പൊ ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് ഓൾവേസ് ഓൺ ടു. യു ജസ്റ്റ് നോട്ട് ദാറ്റ് റിസൾട്ട്. An odd degree polynomial function is always on 2. ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ എപ്പോഴും എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അത് നോട്ട് ചെയ്യാൻ പോയിന്റ്. ഇനി നോക്കാം, ആ ഫംഗ്ഷൻ 1 1 ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? മുമ്പ് നമ്മൾ പറഞ്ഞാണ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യാം? എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പ്രൂവ് ചെയ്യാം. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് 1 എന്താണ്? എക്സ് 1 ക്യൂബ് ഈക്വൽ ടു എക്സ് 2 ക്യൂബ്. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 ക്യൂബ്, എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 ക്യൂബ്. അപ്പൊ x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0. എന്താ a ക്യൂബ് മൈനസ് b ക്യൂബ്? a ക്യൂബ് മൈനസ് b ക്യൂബ് ഈസ് a മൈനസ് b ഇൻടു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. a cube minus b cube is a minus b into a square plus ab plus b square. പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ x1 cube minus x2 cube is x1 minus x2 a minus b into a square എന്ന് പറഞ്ഞാൽ x1 square plus ab എന്ന് പറഞ്ഞാൽ x1 into x2 plus b square എന്ന് പറഞ്ഞാൽ എന്താണ്? x2 square. that is equal to 0. ഇതില് x1 square plus x2 square ഇത് രണ്ടും എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. പിന്നെയുള്ള ടേം x1 x2 ആണ്. x1 x2 എന്ന് പറയുന്നത് x1 സ്ക്വയറിനേക്കാളും x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയറിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ടേം ഒരിക്കലും 0 ആവില്ല. x1 മൈനസ് x2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x1 x2 പ്ലസ് x2 സ്ക്വയർ ഈക്വൽ 0. ഈ ഒരു ടേം ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇംപ്ലൈസ് x1 മൈനസ് x2 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. Therefore, f of x1 equal to f of x2 implies x1 equal to x2. f of x1 equal to f of x2 എന്ന് പറയുന്ന അർത്ഥം x1 equal to x2 എന്ന് അർത്ഥം. Therefore, f is 1 1. അപ്പോൾ അതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. 1 1 ആണ് നമുക്ക് ആദ്യമേ ഗ്രാഫിക്കലായിട്ട് മനസ്സിലായി. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാം? ടേക്ക് y belong to the codomain. ഓൺ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യുക? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ടേക്ക് y belong to codomain. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പ്രോബ്ലം ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ എഫ് ആർ ടു ആർ ആണ്. വൈ കോഡമെയിനിൽ എലിമെന്റ്. ഇത് ഡൊമൈൻ ആണ്, ഇത് കോഡമെയിൻ ആണ്. കോഡമെയിനിൽ വൈ എന്ന് പറഞ്ഞ എലിമെന്റ് എടുത്തു. വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. വൈ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ് വൈ. സോ ടേക്ക് വൈ ബിലോങ് ടു ദ കോഡമെയിൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കോഡമെയിനിൽ വൈ എന്ന് പറഞ്ഞ എലിമെന്റ് എടുത്തു. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ആവണം. y ഈക്വൽ ടു എക്സ് ക്യൂബ് ആവണം. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ഡൊമൈനിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ഡൊമൈനിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? y റേസ് ടു 1/3 ആയിരിക്കും. ഈ ക്യൂബ് നേരം കൊണ്ടെടുക്കുമ്പോൾ റേസ് ടു 1/3 എന്നാവും. y റേസ് ടു 1/3 ഈസ് ഈക്വൽ ടു എക്സ് ആവും. ഈ y എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന് ക്യൂബ് റൂട്ട് ഇല്ലാത്തുണ്ടോ?
ഇല്ല. എല്ലാ റിയൽ നമ്പറിനും y raised to 1/3 ആണ് ക്യൂബ് റൂട്ട് ഓഫ് 5 എന്നർത്ഥം. അപ്പൊ എല്ലാ റിയൽ നമ്പറിനെയും raised to 1/3 കാണാൻ പറ്റും, അത് റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ x equal to y raised to 1/3 belongs to R, ഇത് റിയൽ നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോ y കോഡമൈൻ എലിമെന്റ് ആണെങ്കിൽ അതിലെ ഡൊമൈനില് എന്തുണ്ടാവും? എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ഡൊമൈൻ R ആണ് ഞാൻ ഇവിടെ, ഡൊമൈനിൽ എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എക്സിന്റെ ഇമേജ് ആണ് y എന്ന് പ്രൂവ് ചെയ്യണം, എഫ് ഓഫ് എക്സ് ആണ് y എന്ന് പ്രൂവ് ചെയ്യണം. 3 സ്റ്റെപ്പാണത്. കോഡമൈൻ എലിമെന്റ് y എന്നെടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഡൊമൈനിൽ എക്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. ആ രണ്ടും നമ്മൾ ഇവിടെ ചെയ്തു. ഇപ്പൊ കോഡമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്, y എക്സ് ക്യൂബ് ആണ്. പിന്നെ ഡൊമൈനിൽ എക്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടു. എക്സ് ഈക്വൽ ടു y raised to 1/3 ആണ്. ഈ റേസ്റ്റ് ക്യൂബ് ഇവിടെ എത്തുമ്പോൾ raised to 1/3 ആവും. എക്സ് ഈക്വൽ ടു y raised to 1/3. y ഏതൊരു റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെ raised to 1/3 എടുത്താൽ അത് റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു റിയൽ നമ്പർ ഉണ്ടാവും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ എക്സിന്റെ ഇമേജ് ആവണം y, എന്നാലേ എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക്. എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു y. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്? y raised to 1/3. എഫ് ഓഫ് y raised to 1/3 എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. അപ്പൊ എഫ് ഓഫ് y raised to 1/3 ആണെങ്കിൽ എക്സിന് y raised to 1/3 കൊടുക്കുക. y raised to 1/3 ഹോൾ ക്യൂബ്. y raised to 1/3 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? y raised to 1/3 into 3, that is y raised to 1. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? that is for, you just take down this, that is for every y belong to the codomain there is an element x in the domain such that f of x is equal to y. ഇത്രയും എഴുതണം നിങ്ങൾക്ക്, ഞാനത് പറയുന്നേ ഉള്ളൂ, നിങ്ങൾ എഴുതിയെടുക്കാം. ഇങ്ങനെ നമ്മൾ എഴുതാം, for every y belong to the codomain there is an element x in the domain such that f of x equal to y. കോഡമൈനിലെ ഏതൊരു എലിമെന്റ് വൈക്കും ഡൊമൈനിൽ എന്തുണ്ട്? എക്സ് ഉണ്ട്. എന്താവുന്ന രൂപത്തിൽ? എക്സിന്റെ ഇമേജ് y ആവുന്ന രൂപത്തിൽ. therefore the function is on 2. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? on 2 ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത്? കോഡമൈനിൽ എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ട് അർത്ഥം. കോഡമൈനിൽ എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അത് on 2 ഫംഗ്ഷൻ ആയി. അല്ലെങ്കിലും നമ്മൾ പറഞ്ഞു an odd degree polynomial function is on 2. you must note that result. odd degree polynomial function എപ്പോഴും എന്തായിരിക്കും? on 2 ഫംഗ്ഷൻ ആയിരിക്കും. okay, let us go to the next problem. Okay, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ എഫ് ആർ ടു ആർ ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് 1 1 and on 2. 1 1 and on 2 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? the function f is 1 1 and on 2 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബൈജക്ഷൻ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് 1 1 and on 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 1 1 and on 2 ആണോ എന്ന ചോദ്യം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു ബൈജക്ഷൻ ആണോ എന്നാണ് ചോദ്യം. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡിഗ്രി 2 ആണ്. ഈവൻ ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, an even degree polynomial function will not be a bijection. ഒരു ഈവൻ ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ബൈജക്ഷൻ ആയിരിക്കില്ല, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കില്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യാം. an even degree polynomial function is not a bijection. ഒരു ഈവൻ ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ബൈജക്ഷൻ ആയിരിക്കില്ല. അപ്പൊ എക്സ് സ്ക്വയർ ബൈജക്ഷൻ ആയിരിക്കില്ല നമുക്ക്, ഈവൻ ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അപ്പൊ തന്നെ മനസ്സിലാവണം. നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? എഫ് ഓഫ് എക്സ് എന്നാൽ y. ഇതിപ്പോ ഏത് ഫോമില? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇത് 4a വാല്യൂ 1 ആണെന്നേ ഉള്ളൂ. എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ പരാബോള ഓപ്പൺ അപ്വേർഡ്സ് ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് 1 ആണ്. നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് നോക്കുക? നമ്മൾ പറഞ്ഞു എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് നോക്കുക. അത് ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കില്ല? 1 1 ആയിരിക്കില്ല. അപ്പൊ ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ നോക്ക്. ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തെല്ലാം നമുക്ക് മനസ്സിലാവും? 1 1 അല്ലാന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുക, എന്നിട്ട് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പ്രൂവ് ചെയ്യാം. എന്താ എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് എക്സ് 1 എന്താണ്? എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ. x1 സ്ക്വയർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ x2 സ്ക്വയർ. നമുക്ക് x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആവണമെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് പറയാൻ പറ്റുമോ? x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആണെങ്കിൽ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്ന് പറയാനേ പറ്റുള്ളൂ. x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആവണമെങ്കിൽ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്നാ പറയാം. നോക്ക്, 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്.
2 സ്ക്വയർ 4 ആണ്. -2ന്റെ സ്ക്വയറോ അതും 4 ആണ്. അപ്പൊ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് പറയാൻ പറ്റില്ല. x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ f(x1) ഈക്വൽ ടു f(x2) എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു x2 അല്ല, x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 ആണ്. therefore f is not 1 1. അപ്പൊ f എന്നല്ല 1 1 അല്ല. 1 1 അല്ല നമുക്ക് ആദ്യം മനസ്സിലായി. ഗ്രാഫ് നോക്കിയപ്പോ ഗ്രാഫിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 1 അല്ല നമുക്ക് ആദ്യം മനസ്സിലായി. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. f(x1) ഈക്വൽ ടു f(x2) എന്നാൽ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആണെങ്കിൽ x1 എന്താ വരിക? പ്ലസ് ഓർ മൈനസ് x2 എന്നാ വരിക. x1 പ്ലസ് x2 ആവാം, അല്ലെങ്കിൽ x1 മൈനസ് x2 ആവാം. x1 ഈക്വൽ ടു x2 എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ഇനി ഓൺ ടു ആണോ നോക്ക്. f(r)(r) ഓൺ ടു ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് നോക്കുക? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു. f(r)(r) ഓൺ ടു ആവണമെങ്കിൽ f(r)(r)ന്റെ കാര്യം നമ്മൾ പറയുന്നത് നോട്ട് ചെയ്യണം. f(r)(r) ഓൺ ടു ആവണമെങ്കിൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ കട്ട് ചെയ്യണം. ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് പറയാം. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഇത് ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓൺ ടു ആവണമെങ്കിൽ എന്താവണം? ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും അത് ഗ്രാഫിനെ കട്ട് ചെയ്യണം. അത് എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ല. ഓൺ ടു ആവണമെങ്കിൽ എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ല. ഏതൊരു ഹൊറിസോണ്ടൽ ലൈനും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ f(r)(r) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു ആയിരിക്കും. ഇവിടെ എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈനൊന്നും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. ഓൺ ടു ആവണമെങ്കിൽ ഗ്രാഫിക്കലി എങ്ങനെയാ പറയാ? ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഈ ഗ്രാഫിനെ കട്ട് ചെയ്യും. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും എക്സ് ആക്സിന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഒക്കെ ഇത് ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. അപ്പൊ ഇവിടെ f(r)(r) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഇവിടെ ഓൺ ടു അല്ല എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഇവിടെ f(x) is equal to x സ്ക്വയർ അല്ലേ? f(x) is equal to x സ്ക്വയർ ആണ് ഫംഗ്ഷൻ. ഏത് റിയൽ നമ്പറിന്റെ സ്ക്വയർ എടുത്താലും എന്തേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? -1ന്റെ സ്ക്വയർ പ്ലസ് 1 അല്ലേ? -2ന്റെ സ്ക്വയർ പ്ലസ് 4 അല്ലേ? -3ന്റെ സ്ക്വയർ എന്താണ്? +9 ആണ്. അപ്പൊ ഏത് റിയൽ നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതെന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പക്ഷെ ഇവിടെ r(r) ആണ്. ഇവിടെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സും ഉണ്ട്. ഈ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനൊന്നും എന്തുണ്ടാവില്ല? പ്രീ ഇമേജ് ഉണ്ടാവില്ല. ഇവിടുന്ന് താഴേക്ക് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ ഈ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് ഇല്ല. കാരണം നെഗറ്റീവ് റിയൽ ഈ താഴേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഒന്നും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഇവിടെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനൊന്നും എന്തുണ്ടാവില്ല? പ്രീ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? എന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. നമുക്ക് കോഡമൈൻ ഡൊമൈൻ രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. കോഡമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് ഡൊമൈനിൽ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു അല്ല, ഇൻ ടു ഫംഗ്ഷൻ ആണ്. ഇവിടെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എവിടെ ഉണ്ടാവില്ല? റേഞ്ചിൽ ഉണ്ടാവില്ല. അഥവാ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഒന്നും എന്തുണ്ടാവില്ല? പ്രീ ഇമേജ് ഉണ്ടാവില്ല. കാരണം ഏത് റിയൽ നമ്പറിന്റെയും സ്ക്വയർ എടുത്താൽ അതെന്തേ കിട്ടുള്ളൂ? പോസിറ്റീവ് റിയൽ നമ്പറേ കിട്ടുള്ളൂ. അപ്പൊ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ റേഞ്ചിൽ എന്താ ഉണ്ടാവുക? 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സും ഉണ്ടാവുക. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവില്ല റേഞ്ചിൽ. അതിന്റെ അർത്ഥം നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഇൻ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റീസൺ എഴുതുക? റീസൺ നിങ്ങൾ എഴുതിയാൽ മതി. സോ ഹിയർ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻ ദ കോഡൊമൈൻ do not have pre-image in the domain. കോഡൊമൈനിലെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് എന്തുണ്ടാവില്ല? പ്രീ ഇമേജ് ഉണ്ടാവില്ല. എവിടെ? ഡൊമൈനിൽ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഇൻ ടു ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഇൻ ടു. അപ്പൊ ഇന്ന് നമ്മൾ കുറെ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഈ ക്ലാസ്സുകളിൽ നമ്മൾ ബോർഡ് എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ ചെയ്യുക. ഈ ക്ലാസ്സുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ
നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയും ചെയ്യാം. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവർ അത് ഫുള്ള് കാണുക, എന്നാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും ഇത് രണ്ടും കണ്ടാലേ ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യും. ഈ ക്ലാസ്സുകളിലൊന്നും ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യും. ഓക്കെ, ബൈ.